ചെറുപ്പത്തില് മമ്മിയൊക്കെ എനിക്ക് ഫുഡ് വരുത്തുമ്പോ അമ്മയെ കാണുന്നുണ്ട് ടി വിയിൽ. ഇപ്പൊ ഞാൻ നാട്ടിൽ വരുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തടി കൂടിയിട്ടുണ്ട്, എന്നെ പറയരുത് ആരും, എന്നെ കാണുന്ന ആൾക്കാർ ആരും എന്റെ തടി പറയരുത് എന്ന് പറഞ്ഞിട്ടാ ഞാൻ വരാം. കാരണം എനിക്ക് വിഷമാവടാ. പക്ഷെ ഭയങ്കര ഭംഗിയല്ലേ കാണാൻ. ഉണ്ണിമുഖം തന്നെ ഫസ്റ്റ് കാണുന്നത് ഈ പറയുന്ന മല്ലു സിംഗിന്റെ സെറ്റിലാണ്. ഹായ് ഞാൻ ഉണ്ണിമുകുന്ദൻ, അങ്ങനെ. അപ്പൊ ഞാൻ ഹായ് ഞാൻ ഷാരി. പിന്നെ സീനിയറാണ് ഇട്ടുകൊടുക്കണേ. ചില ആൾക്കാർ പറയും ഇങ്ങനെ ഒരുപാട് മുഖം കണ്ട് 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 മടുത്തതിന്റെ ആണോ? ഈ മുഖം കണ്ടാ മടുക്കും. അങ്ങനെ സംഭവിക്കോ? രാഹുൽ എന്തിനാ ഇവിടെ വിളിച്ച് താമസിക്കണം? ഇവിടെ ഉള്ളൊരു ഷാൽ എന്ന് പറയും, അവിടെ ഉള്ളൊരു സോയാന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ദൈവമേ, വീട്ടുപേര് ഷാലിന്നാണ്. ഷാലിനാണോ? വേറൊരു ബന്ധം കൂടെ ഉണ്ട്. അതെന്താ? താഴ്ത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരളാണ്. കൗതുക ലേശം കൂടുതൽ. ഷാലിൻ 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 ഒരു 5 വർഷം ബാക്ക് ടു ബാക്ക് പറഞ്ഞേ. ഷാലിൻ 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 ഷാ, അതാണ് എന്റെ പേര്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പേരുള്ള ഒരു മനുഷ്യനെ വേറെ കണ്ടിട്ട്. ഷാലിനല്ല, അലിൻ ഷാ. എന്നെ നല്ല അഭിനയിക്കുന്ന ആളാണെന്ന് പറയുന്നത് സീരിയൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. സിനിമയിൽ തന്നെ എനിക്കറിയില്ല. ഇപ്പൊ മല്ലു സിംഗ് പറയും, മല്ലു സിംഗിൽ എന്ത് തേങ്ങയുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. മല്ലു സിംഗിൽ അനിത്യക്കുട്ടി എന്ന് പറയുന്നത് എന്താണ്, അതിന് ഒന്നുമില്ല. ഒരു പാട്ടൊക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ ആരെങ്കിലും പറയുമ്പോ കാണിച്ചു കൊടുക്കാം. അതായത് ചമച്ചമ്മല് ഫസ്റ്റ് പാടുന്ന ഞാനെന്ന് പറയാം. അല്ലാണ്ട് അതിനകത്ത് എന്തും മാസ്മരിക പ്രകടനമൊന്നുമില്ല. ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ പറയരുത്. മലയാളം ഓർ തമിഴ് മീഡിയ? ഓഫ് കോഴ്സ് തമിഴ് മീഡിയ. നമ്മൾ എവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നത്? അവിടെയല്ലേ നമുക്ക് സ്നേഹവും അൻപും മറ്റേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. എന്നെ ഇവിടെ ആരും മൈൻഡ് ചെയ്യുന്നു. ഇന്ന് ഞാൻ എന്നെ പറ്റി എഗെയിൻസ്റ്റ് ഒരു കുട്ടി വന്നിരുന്നിട്ട് ചീത്ത വിളിക്കുന്ന ഒരു റീല് കണ്ടു രാവിലെ എഴുന്നിട്ട്. ഭയങ്കര വിഷമമായി. ഞാൻ കമന്റ് നോക്കിയപ്പോ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് കുറെ പേര് സംസാരിക്കുക. അപ്പൊ എനിക്ക് വേണ്ടി പാരഗ്രാഫ് ഒക്കെ എഴുതുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും പറയോ എനിക്കറിയത്തില്ല ഈ ഇന്റർവ്യൂവിന്റെ താഴെ ആർക്ക് ചീത്ത വിളിക്കാൻ പോണെന്ന്. എന്നെ കുറച്ച് ഡൾ ചെയ്തിട്ടാണ്, സ്കിൻ ടോൺ ഒക്കെ ഡൾ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ മാക്സിമം ഡ്രാമാറ്റിക് ആവരുതെന്നുണ്ടായിരുന്നു. എങ്ങനെ അത് ചെയ്തേ? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ടോക്ക് ഓഫ് ദി ടൗൺ. ദിസ് ഇസ് അലിൻ ഷാ ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കുട്ടിക്കാലം തൊട്ടേ മിനി സ്ക്രീനിലൂടെയും അതുപോലെ തന്നെ ബിഗ് സ്ക്രീനിലൂടെയും ഒക്കെ ഒരുപാട് നമ്മളെ എന്റർടൈൻ ചെയ്യിച്ച ഒരാളാണ്. ഒരു അത്യുഗ്രൻ പെർഫോമർ ആണ്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഷാലിൻ സോയ, വെൽക്കം ടു ദ ഷോ. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ കേരളത്തിൽ കിട്ടാൻ കുറച്ച് പാടാണ്. ചെന്നൈയിലാണ് ഇപ്പം ഫുള്ളി അല്ലേ? സമയത്ത് ചെന്നൈയിലാണ്. അവിടെയാണ് ഷൂട്ടും കാര്യങ്ങളും അധികമായിട്ടുള്ളത്. അധികമല്ല, അവിടെ മാത്രമേ ഉള്ളൂ. ചെന്നൈയിലാണ് അധികം. ഓക്കെ, ഞാനൊന്ന് ഒരു കാര്യം ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് മലയാളത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സിനിമയിലും ഒക്കെ കാണുന്നുണ്ട്, ചിലപ്പോ ചില സ്റ്റേജിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഒന്നും കിട്ടാത്ത അത്യുഗ്രൻ വരവേൽപ്പാണ് ചെന്നൈ മക്കൾ, സോറി തമിഴ്നാട് മക്കൾ അല്ലേ, തമിഴ് മക്കൾ തന്നത്. അത് എന്താണ് അതിന്റെ ഒരു ഗുട്ടൻസ്? മിറാക്കിൾ ആണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. ഞാൻ തന്നെ അതെന്താണ് സംഭവം എന്നുള്ള ഒരു ഗവേഷണത്തിലാണ്. കാരണം ഇതേ മനുഷ്യൻ തന്നെയാണ്, ഇതേ പേഴ്സണാലിറ്റിയാണ് അവിടെയും. ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് ലാംഗ്വേജിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതാണ് ഇവിടെ മലയാളം അത്യാവശ്യം നന്നായിട്ട് മലയാളം പറയൂല, നമ്മുടെ ഭാഷയല്ലേ. അവിടെ വരുമ്പോ എനിക്ക് കുറച്ച് പ്രശ്നമുണ്ട് സംസാരിക്കുമ്പോ. പക്ഷെ അത് അവർക്ക് ഇഷ്ടമാണ്, ഞാൻ സംസാരിക്കുന്ന രീതി. എന്താന്നറിയില്ല, എന്നെ തമിഴില് കുറച്ച് ഇഷ്ടമാണ് ഇവിടത്തേക്കാളും. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവിടെ അൽഹംദുലില്ലാ ഓൾ സെറ്റ് ആണ്. ഇപ്പൊ വീണ്ടും നമ്മൾ അടുത്ത സീസൺ ഇപ്പൊ വീണ്ടും ആങ്കറിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ലിറ്ററലി ആ ഷോ റൺ ചെയ്യുന്നത് ഷാലിന. ഷാലിൻ എന്ന് വിളിച്ചോട്ടെ, ഷാലിൻ വിളിക്കും. അവിടെ എന്തായാലും സോയ എന്നാ വിളിക്കണത്. അവർക്ക് പെട്ടെന്ന് ഷാലിൻ എന്ന് വിളിക്കാൻ കിട്ടില്ല. അവര് ഷാലിൻ ജാലിൻ എന്തൊക്കെയോ പറ. അവസാനം ജോയ സോയ എന്നായി. ഞാൻ 2 ഐഡന്റിറ്റിയില്ല താമസിക്കണമെന്നായി. ഇവിടെ വരുമ്പോ മറ്റേ പുള്ളി വെച്ചിട്ട് ഇവിടെ ഉള്ളൊരു ഷാലിൻ എന്ന് പറയും, അവിടെ ഉള്ളൊരു സോയ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. സോയ എന്നത് ബന്ധമുണ്ടെന്ന് പറയാം. ദൈവമേ, എന്റെ വീട്ടുപേര് ഷാലിൻ എന്നാണ്. വീട്ടുപേര് ഷാലിനാണോ? വേറൊരു ബന്ധം കൂടെ ഉണ്ട്. അതെന്താ? ഷാലിൻ 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 ഒരു 5 വർഷം ബാക്ക് ടു ബാക്ക് പറഞ്ഞേ. ഷാലിൻ 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 ഷാ, അതാണ് എന്റെ പേര്. ഓ
അടിപൊളിയല്ലേ? കോൺഫിഡൻസ് അല്ലേ? ശാലിന് പേരുള്ള ഒരു മനുഷ്യനെ വേറെ കണ്ടിട്ടില്ല. സ്റ്റാലിൻ അല്ല, അലിൻ ഷാ. തിരിച്ചു പറയുമ്പോഴത്തേനും അത് കറക്റ്റ് അല്ലേ? അതെ, സെറ്റാണ്. ഓക്കെ, സോ ബാക്ക് ടു ദ ടോപ്പിക്. അപ്പോ തമിഴ് അറിയാത്ത ഒരാള് മലപ്പുറത്തല്ലേ നമ്മൾ ജനിച്ച? അതെ, ഞാൻ തിരൂരാണ് ജനിച്ചത്, തിരൂരത്താണ്. ഇവിടെയാണ് പഠിച്ചതൊക്കെ, തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ ആയിട്ട്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിനി സെഗ്മെന്റ്സിലോട്ട് പോയാലോ? ഓക്കെ, ഞാൻ 2-3 സെഗ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഏത് ആദ്യം തരട്ടെ ഞാൻ ആലോചിക്കാം. ഓക്കെ, ഞാനേ കുറച്ച് ഇമാജിനറി സിനാരിയോസ് പറയാം. ഓക്കെ, നടക്കാൻ ഒരു ചാൻസും ഇല്ലാത്ത എന്നാൽ നടക്കണം എന്ന ആഗ്രഹം തോന്നുന്ന കുറച്ച് സിനാരിയോസ് പറയാം. ആ സിനാരിയോസിൽ താങ്കൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ശരി. ഒരു സെലിബ്രിറ്റിയുടെ കൂടെ ഒരു ഡ്രൈവ് പോകാൻ ഞാൻ ചാൻസ് തരുക, ആരെ സെലക്ട് ചെയ്യും? നമുക്ക് ഇവിടുന്ന് ഇല്ല, ബ്രാഡ് പിറ്റ് മതി. ഓക്കെ, ഫൈൻ. സേഫ് സോൺ പിടിച്ചാണെന്ന് തോന്നുന്നു. ഓക്കെ, താങ്കൾ ഒരു ലിഫ്റ്റിൽ കൊടുങ്ങുകയാണ്. ഓക്കെ, അതിനകത്ത് ട്രാപ്പാണ്, ഒരു അരമണിക്കൂറോളം ട്രാപ്ഡ് ആണ്. ലിഫ്റ്റിൽ താങ്കളോട് 2 പേരുണ്ട്. ഒരാള് ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ സ്ട്രിക്റ്റും വളരെ കാലിബറും ഉള്ള ഒരു ഡയറക്ടർ. ഓക്കെ, വേറൊരാള് താങ്കളുടെ ബിഗ്ഗസ്റ്റ് മെയിൽ ക്രഷ്, സെലിബ്രിറ്റി ക്രഷ്. ഓക്കെ, ഈ 2 പേരില് ആരെ ഇംപ്രസ് ചെയ്യും ഈ ലിഫ്റ്റിനകത്ത് വെച്ച്? ആദ്യം ആരെ ഇംപ്രസ് ചെയ്യും, അല്ലെങ്കിൽ ആർക്ക് പ്രയോറിറ്റി കൊടുക്കും? ഡയറക്ടറിനെ ഇംപ്രസ് ചെയ്യുള്ളൂ. കാരണം ഈ ക്രഷിനെ ഇംപ്രസ് ചെയ്യാനൊന്നും എനിക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ആ ക്രഷിന്റെ അടുത്ത് പോയി ഇംപ്രസ് ചെയ്ത് എനിക്ക് അറിയില്ല. പക്ഷെ ഈ ഡയറക്ടറിനെ ഇംപ്രസ് ചെയ്യാനും എനിക്ക് അറിയില്ല. പക്ഷെ ഐ വിൽ സ്റ്റാർട്ട് കോൺവെർസേഷൻ വിത്ത് ദ ഡയറക്ടർ. അയാൾ ഒരു വലിയ ഡയറക്ടർ ആണെങ്കിൽ, ഞാൻ അയാൾ ചെയ്ത ഏതെങ്കിലും ഒരു പടം എന്റെ പ്രിയപ്പെട്ടതാണെങ്കിൽ, ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 4 ചോദ്യം ചോദിക്കും. ഇവന്റെ അടുത്ത് ഞാൻ എന്ത് ചോദിക്കാൻ, എന്ത് മോയ്സ്ചറൈസർ ഇടുമോ എനിക്കറിയില്ല. ഇയാളുടെ അടുത്ത് ചോദിക്കാൻ ചോദ്യമെങ്കിലും ഇരിക്ക്. പക്ഷെ ഇവിടെ ഞാൻ എന്ത് ചോദിക്കും? ഓക്കെ, നീറ്റ് ആൻസർ. ഓക്കെ, നാളെ ലോകം അവസാനിക്കാൻ പോവാ. നാളെ ഓക്കെ, ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ നമുക്ക്. നാളെ അവസാനിക്കാൻ പോവാന്ന് ശാലിന് അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് തിങ് എന്താ ചെയ്യാ? ആക്ച്വലി ഞാൻ വെറുതെ ഇരിക്കും. നാളെ ലോകം അവസാനിക്കുകയാണെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കും. ഞാൻ റിലാക്സ്, ഞാൻ ആക്സെപ്റ്റ് ചെയ്യും നാളെ ലോകം അവസാനിക്കാണ്. എന്നിട്ട് ഞാൻ ഇതുവരെ ഉണ്ടായ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ചിരിക്കും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഓരോ ദിവസം കൊണ്ട് നമുക്ക് മറ്റു വലിയ വലിയ പരിപാടി ഒന്നും പിടിക്കാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് അങ്ങനെ റഷ് ആവില്ല. ഐ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി. അങ്ങനെയാണ്. ഓക്കെ, സൂപ്പർ. എന്താ ചെയ്യാ? ഞാനാണെങ്കിലോ, ഞാൻ ഇതുവരെ അങ്ങനെ ആലോചിച്ചില്ല. ഇവിടെ ഞാനല്ലേ ചോദിക്കുന്നത്. ഇത് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ. ചോദ്യം ചോദിക്കാൻ ഭയങ്കര എളുപ്പമുണ്ട്. തിരിച്ചു വരുമ്പോഴത്തേനും നമുക്ക് അതിന്റെ പ്രശ്നം മനസ്സിലാവും. എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. എന്താ ചെയ്യാ? ഞാനോ, അവസാന ദിവസം പെട്ടില്ലേ? ഇങ്ങനെ തന്നെ അവസാന ദിവസം എനിക്ക് കുറച്ച് പെറ്റ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് കുറച്ച് കാറ്റ്സും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ കൂടെ എനിക്ക് റൂമിനകത്ത് വിത്ത് ഫാമിലി വെറുതെ ഇരിക്കും. അതന്നെ ഞാനും പുറത്തൊന്നും ചെയ്യില്ല, വെറുതെ ഇരിക്കും. എനിക്ക് പൂച്ചില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഓക്കെ, ഫൈൻ. അങ്ങനെ ആ ഒരു ഇമാജിനറി ടാസ്ക് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓട്ടോഗ്രാഫിന്റെ കാര്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമില് അതുപോലൊരു സീരിയൽ ആരും പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് ഓട്ടോഗ്രാഫ് എന്ന് പറയുന്ന ഒരു സീരിയൽ വരുന്നത്. മലയാളികൾ കുറെ പേര് ഇഷ്ടപ്പെട്ടു, കുറെ പേര് എന്തൊക്കെയോ പറഞ്ഞു. ഓക്കെ, ട്രോൾ ഉണ്ട്. അതും ആ സമയത്ത് എല്ലാരും ഇങ്ങനെ പറയാ, എന്തോ കുട്ടികളെ കാണാൻ പറ്റും, കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. അതെ അതെ. അപ്പോ സമ്മതിച്ചെടുക്കില്ല, എന്റെ മാനം, എന്റെ അഭിമാനം. വാഴ 2 കണ്ടായിരുന്നോ? പിന്നെ നല്ല പടമല്ലേ, ഞാൻ ചെന്നൈയിൽ നിന്ന് കണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓട്ടോഗ്രാഫും വാഴറ്റും കൂടെ ഒന്ന് റിലേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതും ഒരു സ്കൂൾ കാലഘട്ടത്തിലുള്ള കുറച്ച് കഥകൾ ഒരു പറയുന്നുണ്ട്. അതുപോലെ ഇപ്പൊ വാഴറ്റും കമ്പയർ ചെയ്യാൻ ഡിഫറെന്റ് ആണ്. നല്ല, അത് വേറെ അതുകൊണ്ട് നല്ലത് തന്നെ. ഞാൻ പറഞ്ഞു, ഇത് അത് വെറും സ്കൂൾ മാത്രമല്ലല്ലോ, അവരുടെ മറ്റേ ലൈഫും സിബ്ലിംഗ് ബോണ്ടൊക്കെ അല്ലേ കൂടുതൽ കാണിക്കും. അത് കണ്ടപ്പം അതിനെപ്പറ്റി പറയും. ഇല്ല, അത് ഞാൻ സത്യമായിട്ട് എനിക്ക് ഈ 4 പിള്ളേർ, ആ ഹാഷിർ ഗ്യാങ്, അവരുടെ റീലും ഇതൊക്കെ കാണുമ്പോ എനിക്ക് അവർ കഷ്ടപ്പെട്ട് വന്നവരല്ലേ. എനിക്കിങ്ങനെ കഷ്ടപ്പെട്ട് ഈ മറ്റേ ബോഡി ഗാർഡ്സും ഇങ്ങനെ പിടിച്ചു കൊണ്ടുനടക്കാൻ ആൾക്കാരും ഇല്ലാതെ വരുന്നവരുടെ വിജയം എപ്പോഴും നമുക്ക് ഭയങ്കര പേഴ്സണൽ ആയിട്ട് തോന്നും. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ജെന്യുവനായിട്ട് സന്തോഷമുണ്ട്. അവര് എനിക്കത് ഫീൽ ചെയ്തു. എനിക്ക് അവര് പേഴ്സണലായിട്ട് ഒരു പരിചയമില്ല, പക്ഷെ നിനക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റൂല്ലേ, നമ്മളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ. അയ്യോടാ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പരിചയമുള്ള ഒരാളെ പിടിച്ചിട്ടാ പോയത്. ഒരു അമ്മയുണ്ട്, അമ്മ തമിഴാ.
അപ്പൊ അമ്മേനെയും പിടിച്ചിട്ട് പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്ക, ഈ 4 പിള്ളേര് അവരുടെ ഉണ്മயான പേര്, അതായത് ഹാഷിറും അവരൊക്കെ പേര് അത് തന്നെയാണ്, ഇവരങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തപ്പോ എനിക്ക് എന്നെ കോരിത്തടിക്കാൻ തുടങ്ങി. ലാസ്റ്റ് എനിക്കൊന്നും അറിയില്ല. എന്നിട്ട് ഞാൻ ഇവർക്ക് അപ്പടിയമ്മ അപ്പടിയാ, ഓ ശരി ശരിമ്മ ശരിമ്മ അങ്ങനെ അവര്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം. എന്റെ ആരെയോ ഒക്കെ എനിക്ക് എപ്പോഴും അങ്ങനെ ശ്രമിച്ചിരുന്നു എപ്പോഴെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ എനിക്ക് ഈ പടം കണ്ടിട്ട് ഞാൻ ആരും വിളിക്കാൻ അതല്ല, നമുക്ക് ഇത് കാണുമ്പോ ഒരു സന്തോഷമല്ല. അത് എല്ലാവർക്കും ഈ പറയുന്ന പോലെ സിനിമ അല്ലെങ്കിലും എന്തെങ്കിലും കരിയറിൽ രക്ഷപ്പെടണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ അല്ലേ ഇവരുടെ ഈ ഒരു സക്സസ് എന്ന് പറയുന്നത്. ആ രീതിയിൽ അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമയാണ്. അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോയാലോ? പിന്നെന്താ, ഓക്കെ, സെഗ്മെന്റ് ഒരുപാടുണ്ട്. ഓക്കെ. ഒത്തിരി ട്രാവൽ ചെയ്താണോ വന്നത്? വെള്ളം എന്തെങ്കിലും വേണോ? ട്രാവൽ ചെയ്യും. ഇപ്പം കുറച്ച് ആയിട്ടില്ല, പക്ഷെ എന്നാലും ഉണ്ടായിരുന്നു, ട്രാവലിംഗ് ഒക്കെ ഉണ്ട്. ഓക്കെ ഫൈൻ. ഓക്കെ, ഇത് സത്യസന്ധമായിട്ട് മറുപടി പറയും എന്ന് ഞാൻ വിചാരിക്കുന്നു. റാപ്പിഡ് ഫയർ റൗണ്ട് ആണ്. ഓക്കെ ഓക്കെ. താങ്കളുടെ മുഖത്ത് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ പാടുള്ള ഒരു ഇമോഷൻ ഏതാന്ന് ചോദിച്ചാൽ അതേതായിരിക്കും? ചിരി, പൊട്ടിച്ചിരിക്കണത്. ആ സാധനല്ലേ, അത് ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ട് ചിരിച്ചോണ്ട് വരാന്ന് പറയുന്നത് ഇച്ചിരി ടാസ്കാണ്. കരയാനും ദേഷ്യപ്പെടാനും കോപപ്പെടാനും ഒക്കെ, ദേഷ്യപ്പെടാനും ഒക്കെ ശരിക്കും ദേഷ്യപ്പെടാനും കരയാനും എളുപ്പമാണ്. അതൊക്കെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ ചിരിച്ചിട്ട് വരാന്ന് പറയില്ല, അതും മറ്റേ ചിരിച്ചിട്ട് അല്ലല്ല, നമ്മുടെ മറ്റേ ഒരു രക്ഷയില്ലാതെ അട്ടഹസിച്ച് ചിരിയല്ല, അതും മറ്റേ കംസൺ ഒക്കെ ചെയ്യണം ആ സാധനമല്ല. നമ്മുടെ ഈ മറ്റേ ഫ്രണ്ട്സിലൊക്കെ ഉള്ള മറ്റേ ആ ചിരിയില്ലേ, ശരിക്കും നമ്മൾ ചിരിക്കൂലേ, ആ ചിരി കിട്ടാൻ പാടാ. അതും നമ്മൾ ഈ പ്രഷർ ഉണ്ടാവും, ആ ഷോർട്ട് റെഡി ആക്ഷൻ എന്ന് പറയുമ്പോ ആ ചിരി വരില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. എന്റെ തോന്നല കേട്ടോ, ചിലപ്പോ ഓക്കെ. കയ്യിൽ വന്ന കഥാപാത്രം ലാസ്റ്റ് മിനിറ്റ് വിട്ടുപോയിട്ടുണ്ട്? ഉണ്ട് ഉണ്ട്. സാരല്ലേ, പറയണ്ട, പേരൊന്നും പറയണ്ട. ഒറ്റ വാക്കിൽ നമ്മൾ ഉത്തരം പറഞ്ഞു നിർത്തി. അത് ലൈക്ക് ഒന്നേ ഉള്ളൂ അതോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഫ്രീക്വന്റ്ലി? 2-3 ഒക്കെ ഉണ്ട്. ഒന്ന് വളരെ സ്പെഷ്യൽ ആയിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോ നമ്മള് പാർട്ടാൻ വേണ്ടിയിരുന്ന ഒരു പടം ഒരുപക്ഷെ നല്ലൊരു ക്യാരക്ടർ ആയിരുന്നിരിക്കാം. ആ ക്യാരക്ടർ വേറൊരാള് ചെയ്യുന്നു, ആ സിനിമ ഒരുപക്ഷെ ഹിറ്റാവാണ്ടിരിക്കാം, അത് തിയേറ്ററിൽ വരുന്നു. അപ്പൊ നമുക്ക് മനസ്സിന്റെ ഉള്ളിൽ ഒരു വിഷമം വരില്ലേ? പിന്നെ ഞാൻ മനുഷ്യനടാ, ഞാൻ മാക്സിമം കാണില്ല. പടം കാണാതെയൊക്കെ ഇരിക്കാൻ തോന്നില്ല? ആര് കാണണം, ഞാൻ കാണില്ല, എനിക്ക് അറിയാനോ. ഓക്കെ, അല്ല അവിടെ ശാലിനി ഒരു സെയിന്റ് ആയി മാറുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. ചുമ്മാ വിടലാണ്, അതൊന്നുമില്ല. ഇല്ല, എനിക്ക് വിഷമവും ദേഷ്യവും കുശുമ്പും ഒക്കെ വരും. ഞാൻ കാണില്ല പട്ടി. ഓക്കെ കൂൾ. അടുത്തത്, ഓക്കെ, ഒരു സെലിബ്രിറ്റി താങ്കളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, യെസ് ഓർ നോ? ഇല്ല, എന്നെ ആരും പ്രപ്പോസ് ചെയ്യാൻ, എന്റെ അടുത്ത് ആൾക്കാർ പറഞ്ഞത് ക്യൂട്ടാണ്, കുട്ടീനെ പോലെ തോന്നുന്നു, എന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ ആർക്കും തോന്നുന്നു. മാറ്റി നിർത്തിയിരിക്കാൻ തോന്നുന്നു, ലേബൽ ചെയ്ത. ഈവൻ തമിഴ്നാട്ടിൽ അതന്നെ അവസ്ഥ. അല്ല, തമിഴിൽ ഇത്രയും ആരാധകരുള്ളപ്പോ ഒരാള്, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ സീരിയസ് ആയിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോ പോലും അവര് അവളല്ലേ പറഞ്ഞ പോട്ടെ നമ്മുടെ കുട്ടിയല്ലേ, എപ്പഴാ അങ്ങനെ ഞാന്. പക്ഷെ അറിയില്ല, അവിടെയും ക്യൂട്ട് പരിപാടിയാണ്. നിങ്ങളായിരിക്കും ഞാൻ രാവിലെ എഴുന്നിട്ട് ക്യൂട്ട്നെസ് ഇങ്ങനെ വിതറിക്കൊണ്ടിരിക്കാം. അല്ല, ഞാൻ ശരിക്കും ക്യൂട്ടാ. ഓക്കെ, അങ്ങനെയല്ല, ഇത് പ്ലാൻ ചെയ്ത് ഇതൊന്നല്ല. എനിക്ക് തോന്നുന്നു അവർക്ക് മൊത്തത്തിലൊരു മലയാളി കുട്ടികളുടെ അടുത്തൊരു ഒരു ഇഷ്ടമുണ്ട് തോന്നുന്നുണ്ട്. അത് മലയാളം മീൻസ് തമിഴ് അറിയാണ്ട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ഇഷ്ടം വരുമ്പോൾ പിന്നെ അവർക്ക് കുറച്ചു കാലമായിട്ട് പഴകിയിട്ടുണ്ടല്ലേ, അവർക്ക് എന്നെ അറിയാം. എന്റെ ആദ്യം ഭയങ്കര ജഡ്ജ്മെന്റിലായിരുന്നു, എനിക്ക് ഭയങ്കര ഹേറ്റ് കമന്റ്സും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്നെ കുറച്ചും കൂടെ പരിചയമായി അവർക്ക്. ഇപ്പൊ ഞാൻ സമയൽ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഷോയിലൊക്കെ ഞാനായിട്ട് തന്നെ നിക്കണേ. അപ്പം അവളത് പറയും, അല്ലെങ്കിൽ ഇവളെ പിടിച്ച ഇവൾ എന്ത് വേണേലും പറയും. ഈ മൂഡ് കിട്ടി, അപ്പൊ പിന്നെ ഒരു ഇഷ്ടം. എനിക്ക് നമ്മുടെ നാട്ടിൽ റിമിറ്റോമിക്ക് കിട്ടിയ ലൈസൻസ് തമിഴ്നാട്ടിൽ കിട്ടിയത് താങ്കൾക്കാന്ന് തോന്നുന്നു അല്ലേ? വേറൊരു കേസ് ഉണ്ടായിരുന്നു. എനിക്ക് സ്ട്രെസ് വരുമ്പോഴത്തേനും ഞാൻ നോർമലി കാണാ റിമിറ്റോമിയുടെ ഷോ, അല്ലാന്നുണ്ടെങ്കിൽ 1-3 അത്, പിന്നെ നമ്മുടെ പേളി മണിയുടെ ഒക്കെ ഷോ. ഇപ്പൊ റീസെന്റ് കഴിഞ്ഞ കുറച്ച് നാളിൽ ഞാൻ താങ്കളുടെ കുപ്പിത്ത് കോമാളിയും കാണുന്നുണ്ട്. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പറഞ്ഞിട്ടുണ്ട്. സ്ട്രെസ് ബേസ്റ്റ് ചെയ്യാനായിട്ട് നല്ലൊരു പരിപാടിയാണ്. അതെന്താ പറയുക, പ്ലാൻഡ് അല്ലല്ലോ, ഒക്കെ നാച്ചുറൽ ആയിട്ട് വരുന്നത്, തീരെ സ്ക്രിപ്റ്റഡ് അല്ല. അവിടെ അധികം പേര് സ്ക്രിപ്റ്റഡാ, കോമഡി ഒക്കെ എഴുതി വന്ന് പഠിച്ച് അങ്ങനെ പറയാ. ഞാൻ എനിക്ക് പഠിച്ചാലും മറന്നു പോകും, അതുകൊണ്ട് ഇപ്പൊ പഠിക്കുന്ന പരിപാടിയില്ല. അത് ഭയങ്കര സ്പോണ്ടേനിയസ് ആയതുകൊണ്ടാണ് വർക്ക് ആവണത്. യെസ്. സോ അടുത്ത ചോദ്യം. ഒത്തിരി സന്തോഷം പറഞ്ഞതിൽ സോ ഹാപ്പി. താങ്ക് യു. ഓക്കെ, അപ്പൊ സെലിബ്രിറ്റി പ്രപ്പോസ് ചെയ്തിട്ടില്ല? ഇല്ല.
എനിക്ക് ഭയങ്കര എനിക്ക് തോന്നുന്നുണ്ടോ ഇനിയിപ്പോ അങ്ങനെ വിഷമം തോന്നുന്നു പ്രപ്പോസ് കേട്ടിട്ട്. ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഈ ക്യാമറയിൽ പിടിച്ചെടുത്തിട്ട് പറയുന്നു. ഓക്കെ ഇല്ല, ട്രുത്ത് പ്രപ്പോസ് ചെയ്തില്ല. യുവർ കറന്റ് സെലിബ്രിറ്റി ക്രഷ് ബ്രാഡ് പിറ്റ് വിട്ടിട്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിളിക്കുക. എനിക്ക് മറ്റേ ഇത് എഴുതാനാ താഴെ ഇങ്ങനെ കൊടുക്കാനായിട്ട്. ധനുഷിന് ഇഷ്ടമാ, ഇഷ്ടമാണ്. ധനുഷിന് ഇഷ്ടം. ക്രഷ് അല്ല, ധനുഷിന്റെ ആ ട്രാൻസ്ഫോർമേഷൻ ഇല്ലേ, മന്മഥദാസ കളിച്ചോണ്ടിരുന്ന മനുഷ്യൻ ഇപ്പൊ മറ്റേ ഭയങ്കര ഒരു പരിപാടിയല്ലേ, പുള്ളിന്റെ ഓറയൊക്കെ മാറിയില്ലേ, അവന് ഒരു ഹെൽത്തി ക്രഷ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ ഭയങ്കര വാലിഡ് ആണ്. ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ പറയരുത്. അത് മലയാളം പറയാൻ പറ്റില്ല. ഓർ തമിഴ് മീഡിയ? ഓഫ് കോഴ്സ് തമിഴ് മീഡിയ. നമ്മൾ എവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നത്? അവിടെയല്ലേ നമുക്ക് സ്നേഹവും അൻപും മറ്റേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ, കൂറുണ്ടാവുള്ളൂ, നമ്മളെ നോക്കുന്ന സ്ഥലത്തല്ലേ ഉണ്ടാവുള്ളൂ, അല്ലേ? എന്നെ ഇവിടെ ആരും മൈൻഡ് ചെയ്യുന്നു? അവരുടെ ഒരു പോറ്റമ്മമാരുണ്ട്. തമിഴ് മീഡിയ ആണ് എന്നെ കൊണ്ടാടുന്നത്. ഇന്ന് ഞാൻ എന്നെ പറ്റി എഗെയിൻസ്റ്റ് ഒരു കുട്ടി വന്നിരുന്നിട്ട് ചീത്ത വിളിക്കുന്ന ഒരു റീല് കണ്ടു രാവിലെ എഴുന്നേറ്റിട്ട്. ഭയങ്കര വിഷമമായി. ഞാൻ കമന്റ് നോക്കിയപ്പോ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് കുറെ പേര് സംസാരിക്കുക. അപ്പം എനിക്ക് വേണ്ടി പാരഗ്രാഫ് ഒക്കെ എഴുതുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും പറയോ എനിക്കറിയത്തില്ല ഈ ഇന്റർവ്യൂവിന്റെ താഴെ ആർക്ക് ചീത്ത വിളിക്കാൻ പോണെന്ന്? എനിക്കറിഞ്ഞൂടാ. പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റേ കണ്ണെന്നറിയോ വിഷമം വരിക. ഇപ്പം ഫാമിലി ഒക്കെ കാണുവാണെങ്കിൽ അവർ മക്കളെ പോലെ കാണുന്നത്. ഇപ്പൊ ചാനല് അൽഹംദുലില്ലാ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത പരിപാടി കിട്ടി. ഇവരെല്ലാം നോക്കുന്നേ. പിന്നെ എനിക്ക് അവിടെ സ്നേഹമില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇവരുടെ അടുത്ത സ്നേഹം എന്ന് പറഞ്ഞാൽ മറ്റടുത്ത പരിപാടിയല്ലേ. സോ ഇറ്റ്സ് എ ജെന്യൂൻ ആൻസർ. എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് തോന്നുന്നു. ആ വളരെ ഉള്ളിൽ നിന്ന് വരുന്ന ആൻസറിന് സത്യസന്ധമായി തന്ന ആൻസർ ഒരു ഷേക്ക് ഹാൻഡ്. ഓക്കെ 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 ഫൈൻ. അടുത്തത് അസൂയ തോന്നിയ ഒരു ആക്ട്രസ്. അസൂയ നിറയെ പേരെടുത്തുണ്ട്. പെട്ടെന്ന് മനസ്സിൽ വരുന്നേ ഇപ്പൊ ആരെ പറയാ, എനിക്ക് കിട്ടാത്ത ക്യാരക്ടേഴ്സ് ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ടല്ലോ, ഇവർക്കത് കിട്ടുന്നുണ്ടല്ലോ നനച്ചിട്ട് മനുഷ്യനല്ലേ, അസൂയ വരും. എന്ത് ചെയ്യാ, പിന്നെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും. എന്താ നിറയെ പേരെടുത്ത് എനിക്ക് ഹെൽത്തി ആയിട്ട് ഐ ഫെൽ എനിക്കും കൂടെ പറ്റുമായിരുന്നു, എനിക്ക് എന്നെ വിളിക്കായിരുന്നു എന്നൊക്കെ തോന്നും. ഞാൻ ചോദിച്ചോട്ടെ, വീണ്ടും നമ്മുടെ സെഗ്മെന്റിൽ വിട്ടു. ബട്ട് സ്റ്റിൽ എപ്പോഴെങ്കിലും ഒരു ഡയറക്ടറിനെയോ അല്ലെങ്കിൽ മേ ബി ഇത്രയും നാളൊക്കെ ഇൻഡസ്ട്രി നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേര് അറിയാമായിരിക്കുമല്ലോ, ഫ്രണ്ട്സ് ഒക്കെ. അതാണ് അതിനേക്കാളും കോമഡി. നല്ലോണം അറിയാം, ആൾക്കാരൊക്കെ പരിചയമുണ്ട്. പരിചയത്തിന്റെ അല്ല, എല്ലാരും പറയും ബന്ധത്തിന്റെ പുറത്തുള്ള സിനിമ. എന്റെ കാര്യത്തിൽ അത് വർക്കല്ല, എന്താണെന്ന് അറിയില്ല. ചിലപ്പോ എന്നെ ചോദിച്ചിട്ടില്ല അങ്ങോട്ട്, എടാ എന്തെങ്കിലും വരുവാണെങ്കിൽ. ഇപ്പൊ എന്റെ ഫ്രണ്ട് പെയിന്റ് പണിയാണ് അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ രാവിലെ തൊട്ട് പെയിന്റ് പണിയാ. ഞാൻ നാളെ വീട് കെട്ടുവാ, എനിക്ക് പെയിന്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ അടുത്ത സുഹൃത്തിനല്ലേ വിളിക്കുള്ളൂ. അപ്പൊ എടാ മോനെ ഞാൻ പെയിന്റ് അടിക്കണം എന്ന് പറയുമ്പോ അവൻ തന്നെ ഒരു നാണക്കേടല്ലേ. അതേപോലെ ഞാൻ ചോദിക്കില്ല. എന്റെ കുറെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് നിനക്ക് അവരുടെ അടുത്തൊന്ന് ചോദിച്ചൂടെ എന്നൊക്കെ. ഞാൻ പറയാം എന്ത് ചോദിക്കാൻ, എനിക്ക് ഞാൻ കാറ്ററിംഗ് ആണ് നടത്തുന്നത്, നിന്റെ കല്യാണത്തിന് സ്വാഭാവികമായിട്ട് എന്നെ എന്നോട് വിളിക്കാന്ന് പറയും. പിന്നെ അവരുടെ ലോജിക്ക് നമുക്ക് അറിയില്ല. ഇപ്പൊ ഞാൻ ഡയറക്ടറാണ്, ഞാൻ ഫിലിം മേക്കർ. എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ എന്നോട് അവരെയാണ് ആദ്യം ഓർമ്മ വരിക. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ആൾക്കാരെ റീച്ച് ചെയ്യുള്ളൂ. ഇപ്പം അല്ലെങ്കിൽ ഞാൻ അവരെ മോൾഡ് ചെയ്യാൻ ശ്രമിക്കും. ഇത് എന്റെ ലോജിക്കാ, ബാക്കിയുള്ളവർ അങ്ങനെ ആവണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ അറിയുന്ന ആൾക്കാർ ആദ്യം ഓർമ്മ വരും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അതായത് ഞാൻ എപ്പോഴെങ്കിലും സിനിമ എടുക്കുമ്പോ എന്നെ ഒന്ന് വിളിച്ചൊരു സ്ക്രീൻ ടെസ്റ്റ് എങ്കിലും തരണം. ഓക്കെ കൂൾ. അടുത്തത് താങ്കളുടെ ആർക്കും അറിയാത്ത ഒരു ഒരു ടാലന്റ്, അല്ലെങ്കിൽ ഒരു ടാലന്റ് മതി, സീക്രട്ട് വേണ്ട നമുക്ക്. ടാലന്റ് ആർക്കും അറിയാത്ത, ഡാൻസിങ് അറിയാം, ഞാൻ എഴുതും. ഞാൻ ഞാൻ ബുക്കൊക്കെ പബ്ലിഷ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നടന്നിട്ടുണ്ട് ഒരു സമയത്ത്. ചിലപ്പം ചെയ്തേക്കാം, എനിക്കറിയില്ല. ഞാൻ നല്ല മറ്റേ ഇരുന്ന് എഴുതുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പൊ കുറച്ചായിട്ട് സ്ക്രീൻ പ്ലേയും സിനിമ സംബന്ധമായിട്ടുള്ള എഴുത്തുള്ളൂ എങ്കിൽ പോലും ഞാൻ ഒരു നോവലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വീട്ടില്. എനിക്ക് ഓതേഴ്സ് ഫ്രണ്ട്സ് ഉണ്ട്, എഴുത്തുകാരൊക്കെ. അപ്പൊ ഞാൻ അത് ഉണ്ട്. പക്ഷെ അത് മലയാളമാ. ചിലപ്പോൾ ഇംഗ്ലീഷ് എഴുതും, കൂടുതലും മലയാളം ഒക്കെ എഴുതുന്നു. ഇപ്പൊ ഇല്ലാട്ടെ, ഇപ്പം കുറെ വായനയും ഒക്കെ വിട്ടു. പക്ഷെ മേ ബി എന്തെങ്കിലും ഒരു നാൾ ഞാൻ പബ്ലിഷ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാരെ. ഓട്ടോബയോഗ്രഫിക്ക് എഴുതാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഓട്ടോബയോഗ്രഫിക്ക് ഒന്നും എഴുതിയ നടപടിയാവില്ല, ശരിയാവില്ല. പാർട്ട് 1 എന്നിട്ടും ഈ പടല്ലേ പൊന്നിയിൻ സെൽവൻ പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ. ഓക്കെ, ആദ്യത്തെ പ്രണയം ഓക്കെ വീട്ടിൽ അറിഞ്ഞപ്പോൾ വീട്ടുകാരുടെ റിയാക്ഷൻ എന്തായിരുന്നു? താങ്കൾ എന്താ പറഞ്ഞേ? ഇല്ല, എന്റെ ഇത് ഇങ്ങനെ പ്രണയമായിട്ട് എനിക്കൊന്നുമില്ല. ഞാൻ ഓക്യുപ്പൈഡ് ആയിരുന്നു ഓൾ ദ ടൈം. പിന്നെ എനിക്ക് പ്രണയമായിട്ട് പരിപാടിയൊന്നുമില്ല, അങ്ങനെ വീട്ടിൽ പിടിക്കുന്ന രീതിക്ക് വന്നിട്ടില്ല. എന്നോട് ചോദിക്കുന്നത് എന്തെങ്കിലും കല്യാണമൊക്കെ നോക്കണ്ടേ, പ്രായമായില്ലേ എന്നൊക്കെയാണ് ചോദിക്കണത്. ഇപ്പം എന്ത് ചെയ്യാനാണ്, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല എനിക്ക്. ആക്ച്വലി ക്രഷസ് ഉണ്ടായിട്ടുണ്ട്,
വൺ വേ മറ്റെന്താ പറയാ അട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അല്ലാണ്ട് മറ്റേ പ്രോപ്പർ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് പ്ലേ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല എനിക്ക്. ഹെൽത്തി ആയിട്ടുള്ള അട്രാക്ഷൻസ് ഒക്കെ ഉള്ളു, അല്ലാണ്ട് പറയുന്നേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള, ഓക്കെ, ഇത്രയും ഫെയിം ഒക്കെ ഉള്ള, ഇത്രയും എക്സ്പോഷർ ഉള്ള ഒരാൾക്ക് ഇന്ന് വരെയും ഒരു ഇല്ല. അതല്ലേ എനിക്ക് ഈ അടുത്തൊരു പ്രണയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ന്യൂസ് ഒക്കെ വന്നപ്പോ ഞാൻ അങ്ങനെ പ്രേമം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല. പക്ഷെ അത് പിന്നെ വലിയ പ്രശ്നമായി. അത് അങ്ങനെയല്ല ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഞാൻ മറ്റേ സാധനം പ്രസ് മീറ്റ് വിളിച്ച് പറഞ്ഞു എന്തിന്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു ഇത് ആര് ചോദിച്ചെന്ന് ചോദിക്കും. അതുകൊണ്ട് വിട്ടേക്ക്, അങ്ങനെയൊന്നുമില്ല. ആരെങ്കിലും കഴിക്കുമ്പോ വിചാരിക്കട്ടെ, അങ്ങനെ വിചാരിക്കട്ടെ മാത്രമേ ഉള്ളൂ. ഓക്കെ, സിനിമ സെറ്റിൽ പാർഷ്യാലിറ്റി ഉണ്ട്, യെസ് ഓർ നോ? ഞാനിപ്പം സിനിമ ചെയ്തിട്ട് കുറെ കാലമായി. ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇപ്പം കുറെ പരിപാടിയൊക്കെ മാറിയല്ലോ, അതുകൊണ്ട് ചിലപ്പോ മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. എന്റെ ഓർമ്മയിലുണ്ടായിരുന്നു, നല്ല രീതിയിലുണ്ടായിരുന്നു. മറ്റേ ഗ്ലാസ്സിൽ തൊട്ട് മറ്റേ കുപ്പി ഗ്ലാസ് അങ്ങനത്തെ അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. മറ്റേ സീനിയോറിറ്റി ജൂനിയോറിറ്റി അതൊക്കെ ഉണ്ട്, ഇപ്പോഴല്ല. അത് പിന്നെ നമ്മൾ ഈ ലോകത്തും സിനിമ മാത്രല്ല, പണ്ട് കുറെ ഉണ്ടല്ലോ. ഇപ്പൊ മാറിയല്ലോ, ഇപ്പൊ മാറിയിട്ടുണ്ടാവും. ഇപ്പൊ കുറെ മിടുക്കന്മാരും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം വരുന്ന ആക്ടേഴ്സുമേ വന്നിട്ട് ഭയങ്കര സൂപ്പർ സ്റ്റാർ ഒന്നും അല്ലല്ലോ വരുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള പരിപാടിയൊക്കെ മാറിയിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഞാൻ അഭിനയിച്ചിട്ട് കുറച്ചായി. ഈ ഇന്റർവ്യൂവിൽ കള്ളം പറഞ്ഞിട്ടുണ്ട്? ഇല്ല, സ്പീഡിലാണ് ആൻസർ വന്നത്, സ്പോട്ടിലാണ് ആൻസർ വന്നത്. എന്നാലോ പ്രണയത്തിന്റെ ഭാഗം എനിക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. നമുക്ക് വിചാരിച്ച സ്പേസിലോ അപ്പോ ശരിയാ. ഓക്കെ, തമിഴ് ഇപ്പൊ വരുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് മലയാളത്തിനെക്കാട്ടിലും. എനിക്ക് തമിഴ് ഇപ്പൊ വരും, അതല്ല പിന്നെ അവര് പിടിച്ച് ആങ്കറൊക്കെ നിർത്തിയേക്കുന്നത് വരും. സ്ലാങ്ങിന്റെ പ്രശ്നമാണ്. ഇപ്പൊ തമിഴ് സംസാരിക്കും, സ്ലാങ് അവരുടെ സ്ലാങ് നമുക്ക് തല കുത്തി പറഞ്ഞാലും കിട്ടില്ലല്ലോ. അതാ. അതും കുറെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലത്തെ അവിടെ കുറെ സ്ലാങ് ഉണ്ട്. തിരുനെൽവേലി, ചെന്നൈയില് വേറൊന്ന്, അങ്ങനെ എനിക്ക് ചിലത് കേൾക്കുമ്പോ തിരുവിതാംകൂർ ഭാഷ പോലെയാ. ഒരാളുണ്ട്, ഒരു പട്ടിമറ്റം, എന്താ പറയാ, എന്തോ പറയുമല്ലോ പുള്ളിനെ, പട്ടിമറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ നാട്ടിൽ നമ്മൾ ഈ മറ്റേ, എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല, അതന്നെ. എനിക്ക് ഒന്നും മനസ്സിലാവില്ല. എന്നിട്ട് ഞാൻ പുള്ളിയോട് പോയി സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയോ. അപ്പൊ പുള്ളി എന്നോട് പറയുന്നുണ്ട് നീ അങ്ങനെ ചെയ്തു, നീ അങ്ങനെ ഞാൻ പറഞ്ഞ ചെയ്തില്ല, ഞാൻ അങ്ങനെ ചെയ്യോ, നീ അങ്ങനെ ചെയ്തു. ഞാൻ പറിച്ചിട്ട് ആളും മാറിപ്പോ ഞാൻ വേറെ ആരും വെച്ചിട്ട് ചെയ്താന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ ഞാൻ. എനിക്ക് പിന്നെ എല്ലാരും പൊരുത്തപ്പെട്ടു. ലൈക്ക് ഞാൻ ആരെയും മറ്റേ ദേഷ്യം പിടിപ്പിക്കാൻ ഹേർട്ട് ചെയ്തൊന്നുമില്ലല്ലോ. ഇങ്ങനത്തെ ഒരു മനുഷ്യരാ ഞാൻ, ഇവിടെ ജീവിച്ചു പോയിക്കോട്ടെ ആ മൂടാണ്. നമ്മളെ എനിക്ക് തോന്നുന്നു 2004 ആണ് ഒരു ചെറിയ എൻട്രി നമ്മള് സീരിയലിലോ അല്ല കൊട്ടേഷനിലോ 2004 അല്ലേ നമ്മള് റിലീസ് ആയത്. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്ത് ഡിലേ ആയി റിലീസ് ആയ പടമാണ്. അപ്പൊ ഓൾമോസ്റ്റ് 20 yearsന് മേളിലായില്ലേ അല്ലെ? സിനിമയിൽ ഇങ്ങനെ ത്രൂ ഔട്ട് നിന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും താങ്കൾ സിനിമയിൽ വന്നിട്ട് 20 yearsന് മേലെ, വളരെ ചെറുപ്പത്തിലാണ് നമ്മള്. ഓക്കെ, ഇത്രയും വർഷമായിട്ട് ഇതില് നിക്കുന്ന. അപ്പൊ നമ്മള് എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഞാൻ ഇതിലും കൂടുതലും ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ടോ? പിന്നല്ലാണ്ട്, അതല്ലേ ഞാൻ പറഞ്ഞേക്ക് ബാക്കിയുള്ളവരെ കാണുമ്പോ ബസ് ചെയ്യണം. അതുകൊണ്ടാണ് എനിക്ക് അതല്ലേ. ഞാനൊരു 30+ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരി എന്നാ പിന്നെ അഭിനയം നോക്കിയിട്ടെടുക്കാം. മറ്റൊരു നമുക്ക് അറിയില്ലല്ലോ, ഈ നമ്മൾ നല്ല രീതിയിൽ പീക്കിൽ നിൽക്കുമ്പോൾ എടുക്കുന്ന ക്യാരക്ടർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ മിന്നി മറിഞ്ഞിട്ടൊക്കെ പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്, അറിയില്ല, നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ. അതിനുശേഷമാണ് ഞാൻ പിന്നെ കണ്ണകി ആണെങ്കിലും തലയിലെ ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ എടുത്തത്. എന്തെങ്കിലും ഉണ്ടോ, കുറച്ചുള്ളൂ സ്ക്രീൻ സ്പേസ് തലയിൽ കുറച്ചുള്ളൂ, പക്ഷെ ഉള്ള പരിപാടി നല്ലതല്ലേ, അങ്ങനെ സെലക്ട് ചെയ്ത്. ഇപ്പൊ ഞാൻ സിനിമ ഇല്ലാണ്ടിരിക്കുന്നതും മേ ബി അതുകൊണ്ടായിരിക്കും. സെലക്റ്റീവായി എന്ന് പറയാൻ വേണ്ടിട്ട് രാവിലെ തൊട്ട് ഇങ്ങനെ കൊട്ടണമൊന്നുമില്ല, പക്ഷെ ഉള്ളതിൽ വെച്ചിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോന്ന് നോക്കും ഇപ്പം. കാരണം അത് ആ വിഷമാണ്. കാരണം നമ്മൾ ഒരുപാട് അങ്ങനെ ചെയ്തു. ഇപ്പൊ ഫെയിം അല്ല, ഇപ്പം ഒരു സ്ഥലത്ത് പോയാൽ ആൾക്കാർക്ക് എന്നെ തിരിച്ചറിയാം. മറ്റേ രജിസ്റ്റർ ആവുക എന്ന് പറയില്ലേ, ആസ് എ ഗുഡ് ആക്ടർ എന്ന് പറഞ്ഞിട്ട് എന്നെ നല്ല അഭിനയിക്കുന്ന ആളാണെന്ന് പറയുന്നത് സീരിയൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. സിനിമയിൽ തന്നെ എനിക്കറിയില്ല. ഇപ്പൊ മല്ലു സിംഗ് പറയും, മല്ലു സിംഗിൽ എന്ത് തേങ്ങയുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. മല്ലു സിംഗിൽ അനിത്യക്കുട്ടി എന്ന് പറയുന്നത് എന്താണ്, അതിനൊന്നുമില്ല. ചംചം പാട്ടുണ്ട്, ആ സന്തോഷം ഇടയ്ക്കൊക്കെ ആരെങ്കിലും പറയുമ്പോ കാണിച്ചു കൊടുക്കാം, അതായത് ചംചമ്മിൽ ഫസ്റ്റ് പാടുന്നത് ഞാനാന്ന് പറയാം. അല്ലാണ്ട് അതിനകത്ത് എന്ത് മാസ്മരിക പ്രകടനമൊന്നുമില്ല. പിന്നെ വിശുദ്ധനിലുണ്ട് കുറച്ചൊക്കെ ഉള്ള പരിപാടി ഉണ്ട്. പക്ഷെ അതാണ് എനിക്കൊരു വിഷമം. നമുക്ക് നമ്മുടെ പെർഫോമൻസ് പരിപാടിയായിട്ട് അതൊക്കെ എനിക്കറിയത്തില്ല എന്താണ്.
നോക്കാം ഇൻഷാല്ലാ. ഓക്കെ, അതായത് ഞാൻ റീസെന്റ് താങ്കളുടെ ഒരു വീഡിയോ, ഒരു റീൽ കണ്ടപ്പോൾ അതിനകത്ത് താങ്കൾ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ആക്ച്വലി ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഈ ഒരു രീതി, ഈ ഒരു ബബ്ലി ആയിട്ടുള്ള, ഈ ഒരു ചെറിയ ഒരു ചബ്ബി ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഈ ഒരു ലുക്കിൽ ഞാൻ ഹാപ്പിയാണ്, ബട്ട് സ്റ്റിൽ എനിക്ക് കുറച്ച് വെയിറ്റ് ലോസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. തമിഴില് നമ്മളൊരു ഇന്റർവ്യൂ എടുത്തപ്പോൾ പറഞ്ഞത്. ഇപ്പൊ ബോഡി ഷേമിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ കുറച്ച് നാളായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു സമയമാണ്. മുഖത്ത് നോക്കിയിട്ട് ഈ തമിഴിൽ തന്നെ ഒരു പ്രസ് മീറ്റിംഗില് മുഖത്ത് നോക്കി ഒരാള്, യെസ്, ഗൗരി കൃഷ്ണ, പുള്ളിക്കാരത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ വെയിറ്റ് ഒന്ന് കുറച്ചുകൂടെ, അല്ലെങ്കിൽ എനിക്കൊന്ന് ഹീറോടാ ചോദിച്ചത്, താങ്കൾ എടുത്ത് പൊക്കിയപ്പോഴത്തേനും പ്രശ്നമായില്ലേ ഇത്രയും വെയിറ്റ് ഉള്ള ഒരാളെ എന്ന് ചോദിച്ചു എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനൊരു കാലഘട്ടത്തിൽ ഇപ്പൊ ഈ ഒരു പെർസ്പെക്ടീവിൽ, താങ്കളുടെ ഒരു പെർസ്പെക്ടീവിൽ, ഇപ്പൊ നമ്മുടെ ബോഡി വെയിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ദ വേ വി ലുക്ക്, ഇപ്പൊ പ്രായം കഴിയുമ്പോ ഈവൻ ഐശ്വര്യ റായ് പോലും നേരിടുന്നുണ്ട്. ആൾക്കാർ താഴെ വന്നിട്ട് ഐശ്വര്യനൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്, എന്താ കിളവിയായി പോയി, വയസ്സായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഹൗ ഡു യു സീ ദിസ്? അത് സിനിമ എന്നല്ല, പൊതുവെ ആരും ആരുടെയും ശരീര പ്രകൃതിനെ പറ്റി കമന്റ് അടിക്കാതിരിക്കുക എന്നുള്ളതാണ് നല്ലത്. മെലിഞ്ഞതായിക്കോട്ടെ തടിച്ചതായിക്കോട്ടെ, അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറെ പ്രശ്നങ്ങളുണ്ട് ഗ്യാസ്ട്രിക് പരമായിട്ടും. ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റി ഫുഡ് കഴിക്കുന്ന ആളൊന്നുമില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, മനസ്സിലായില്ലേ? അതുപോലെ നമുക്ക് വേറൊരാളെ കണ്ടാൽ അറിയില്ല അവരെന്തൊക്കെ ഫിസിക്കൽ സിറ്റുവേഷനിലൂടെ പോണേന്ന്. ഇപ്പൊ എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്, അപ്പൊ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തലവേദന വരും, പിന്നെ ഞാൻ കിടപ്പില്ല ഹോസ്പിറ്റലിൽ പോയിട്ട്. അപ്പൊ ഇതുപോലെ ബാക്കിയുള്ള ആൾക്കാർ ഈ കിടന്ന് കമന്റ് അടിക്കുന്നത്. ഇന്നലെ ഞാനൊരു കമന്റ് കണ്ടല്ലോ, ഞാൻ കുക്കത്തിന്റെ പ്രമോല് ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഒരു ഷോർട്ട് അവരിട്ടു, അപ്പൊ തന്നെ അതിനകത്ത് ഇവള് ഫുഡ് കഴിക്കും. എടോ പോടോ, ഞാൻ ഫുഡ് കഴിക്കുന്നതിനോട് തന്റെ പ്ലേറ്റ് നിന്നല്ലോ ഞാൻ കഴിക്കുന്നതെന്ന് എനിക്ക് പറയണമെന്നുണ്ട്. സോ ഇത് സിനിമ വിടട്ടെ, കാരണം അവർക്ക് തോന്നുകയാണ് ഞങ്ങൾക്ക് അതിന്റെ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്, നിങ്ങളെ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ജഡ്ജ് ചെയ്യാൻ നമുക്ക് ഒന്നും പറയാനില്ല. ബിക്കോസ് വി ചൂസ് ദിസ് അല്ലേ. നിങ്ങൾ എന്നെ കമന്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാ കമന്റും വായിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അതേപോലെയാണ് ഈ ഒരു ചൂസൺ ഇൻഡസ്ട്രി. ഞാൻ അത് പറയുന്നില്ല. അല്ലാതെ ഈ പൊതുവെ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോ അമ്മമാരൊക്കെ ആ മെലിഞ്ഞല്ലോ ആ തടിച്ചല്ലോ എന്ന് പറയണതിനോത്തിരിക്കുന്ന കല്യാണം മുടങ്ങണ്ടെന്ന് വെച്ചിട്ട് ഞാനായിട്ട് ഞാൻ കല്യാണം മുടക്കത്തില്ല. അതാണ് എനിക്ക് ഏറ്റവും വിഷമം. അങ്ങനെ ഒരു അതുപോലെ ഒരു മൊമെന്റ്, ഒരു ഡീൽ ചെയ്ത ഒരു ഇൻസിഡന്റ് പറയാൻ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് മനസ്സിലാവും. ജാഫർ എടുക്കില്ലേ മഹിത, ഒന്നുമില്ല സന്തോഷം, അതുപോലെ പോയതാണ് എന്റെ ഡീലിങ്. അങ്ങനെയാണ് നമ്മള് സൗമ്യമായിട്ട് ഡീൽ ചെയ്യാൻ. ഇങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ചിലപ്പോഴെങ്കിലും നമ്മുടെ ടെമ്പർ വിട്ട് പോകത്തില്ലേ? അല്ല, ചിലപ്പോ വീട്ടില് പറയുമ്പോ എനിക്ക് വിഷമം വരും. വീട്ടില് മമ്മിയൊക്കെ ചിലപ്പം എന്നോട് തടി കുറവ്, അപ്പൊ ഞാൻ ആദ്യം, ഇപ്പൊ ഞാൻ നാട്ടിൽ വരുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ തടി കൂടിയിട്ടുണ്ട്, എന്നെ പറയരുത് ആരും, എന്നെ കാണുന്ന ആൾക്കാർ ആരും എന്റെ തടി പറയരുത് എന്ന് പറഞ്ഞിട്ടാ ഞാൻ വരാം. കാരണം എനിക്ക് വിഷമാവൂടാ, സത്യമായിട്ട് എനിക്ക് വിഷമാവും. ഇങ്ങനെ എന്ത് ബോഡി ഷേമിങ് ഞങ്ങളുടെ ഓഹൈ എന്ന് പറഞ്ഞാലും ഈ അവർ റേറ്റ് അതൊന്നല്ല, മനുഷ്യനല്ലേ, വിഷമാവും. പക്ഷെ ഭയങ്കര ഭംഗിയല്ലേ കാണാൻ? അല്ല സീരിയസ്ലി ഞാൻ പറയട്ടെ, നമ്മള് ആക്ച്വലി സ്ക്രീനിൽ കാണുന്നതിനെക്കാട്ടിലും നേരിട്ട് കുറച്ചുകൂടെ ഭംഗിയാട്ടോ. ഓക്കെ, നമ്മള് ഇതിന് മാറിപ്പോന്നതിന് മുന്നേ അടുത്ത ഒരു ചെറിയ സെഗ്മെന്റ് കൂടി. ഓക്കെ, അപ്പൊ താങ്കൾ ഇത്രയും ഈ പറഞ്ഞ പോലെ 10-30 പടങ്ങൾ ചെയ്തു, പല ആൾക്കാരുമായിട്ട് അഭിനയിച്ചു. അപ്പൊ അഭിനയിച്ച ആൾക്കാരിൽ ചില ആൾക്കാരുടെ പേര് ഞാൻ പറയാം. അപ്പൊ ഫസ്റ്റ് താങ്കളുടെ മനസ്സിൽ ഓടി എത്തുന്ന ആ ഒരു ഇൻസിഡന്റ്, മേ ബി നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ഒരു സീനായിരിക്കാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ഒരു മൊമെന്റ് ആയിരിക്കാം. ആ മൊമെന്റ് എനിക്കൊന്ന് പറഞ്ഞുതരും. ശരി, ഓർമ്മ വന്നാ പറഞ്ഞുതരാം. ഓക്കെ, ഓർമ്മയൊക്കെ ഉണ്ടാവും. ചാക്കോച്ചൻ 2 പടം ചെയ്തു നമ്മള്. 3 പടം ചെയ്തു. മല്ലു സിംഗ്, പിന്നെ ഏതാ വിശുദ്ധൻ. പക്ഷെ എനിക്ക് ആദ്യം കണ്ടത് ഓർമ്മയില്ല, ഞാൻ 5ാം ക്ലാസ്സിലെ കണ്ട. എനിക്ക് സത്യം മനസ്സിൽ ആദ്യം ഓടി എത്തുന്ന ഓർമ്മ പറഞ്ഞാൽ മതി. ചാക്കോച്ചൻ എന്ന് കേൾക്കുമ്പോ ആദ്യമായിട്ട് മനസ്സിൽ വരുന്ന സാധനം. മല്ലു സിംഗിന്റെ ഷൂട്ടിന് പോണ സമയത്ത് എനിക്ക് അവിടെ ആരും പരിചയം ഉണ്ടായിരുന്നില്ല, പക്ഷെ പുള്ളീനെ മാത്രം ഒരു പരിചയം ഉണ്ടായിരുന്നു. കാരണം 1 പടം കണ്ട് ചെയ്തു എന്നുള്ള ഒരു പരിചയം, ആ ഒരു സംഭവം പുള്ളി കാണിച്ചു. അപ്പം അതെനിക്ക് കുറച്ച് സന്തോഷമായിരുന്നു. പരിചയം കണ്ടില്ല, ആ മോഡ് ഒരു സന്തോഷം. കാരണം എനിക്ക് ആരും അറിയില്ല, അതൊരു ബിഗ് ബഡ്ജറ്റ് പടമായിരുന്നു. എല്ലാവരും മറ്റേ വലിയ വലിയ ആക്ടേഴ്സ് ഒക്കെ ആയിരുന്നു. മറ്റേ ബിജു മേനോൻ, മനോജ് കെ ജയൻ എന്നൊക്കെ പറഞ്ഞു. അന്നൊക്കെ നമുക്ക് ഉണ്ണി ചേട്ടനൊക്കെ അങ്ങനെയല്ലേ, നമുക്ക് സ്റ്റാർട്ടിങ് പുള്ളിയും സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ, അയ്യോ ചേട്ടാ. അപ്പൊ ആ സമയത്ത് ഭയങ്കര ഓക്വേർഡ് ആയിരുന്നു എനിക്ക്, എന്താണിതിപ്പോ എന്ന് പറയുമ്പോഴത്തേനും പുള്ളി, പിന്നെ ആ പ്രിയ ചേച്ചി ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചോക്ലേറ്റ് കേക്കോ എന്തോ അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ വലിയ കൂട്ടൊന്നും അല്ല, പക്ഷെ കാണുമ്പം ഒരു സന്തോഷം. ഇപ്പൊ അറിയൊന്നും അറിയില്ല കേട്ടോ, മറന്നുപോയൊന്നും അറിയില്ല എനിക്ക് ഇപ്പൊ കണ്ടു. നമ്മൾ ആദ്യം മനസ്സിൽ ഓടിക്കുന്ന ഇൻസിഡന്റ് മതി. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഉണ്ണി മുകുന്ദൻ.
ഉണ്ണിമുഖം തന്നെ ഫസ്റ്റ് കാണുന്നത് ഈ പറയുന്ന മല്ലു സിംഗിന്റെ സെറ്റിലാണ്. ഹായ് ഞാൻ ഉണ്ണിമുകുന്ദൻ അങ്ങനെ. അപ്പൊ ഞാൻ ഹായ് ഞാൻ ഷാരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ഓക്വേർഡ് ആയിട്ട് ഇരിക്കുവായിരുന്നു. കാരണം പുള്ളിയും പുതിയ ആളാ പടത്തില്. മൂന്നാമത്തെ പടമാണ്. പുള്ളിക്കും ആ ഒരു സോൺ ഔട്ട് പ്രശ്നം ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. പുള്ളിയാണ് വന്ന് പരിചയപ്പെട്ടത്, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ മൂപ്പരെയും സീനിയറാണ്. എന്തിനാടാ ഇട്ടുകൊടുക്കണേ മൂടിലല്ല സത്യല്ലേ? ഇവനെ കൊണ്ട് വല്ലപ്പോഴും നാട്ടി വരുന്നേ മൈൻഡ് ഇല്ലെന്നെങ്കിലും വെക്കാം, വന്നിട്ട് ചീത്ത കേട്ടിട്ട് പോണെന്നാണല്ലോ. ഞാൻ ആക്ച്വലി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ചെന്നൈയിൽ ഒരു 2 വർഷം വർക്ക് ചെയ്ത ഒരാളാണ് കേട്ടോ. അപ്പൊ ചെന്നൈയിലുള്ള ആൾക്കാര്, ഞാന് എന്റെ കൊളീഗ്സും ഒക്കെ തമിഴ് ആൾക്കാരാണല്ലോ, ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാര്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് താങ്കളെ. അവരൊക്കെ പറയും ഒരു മലയാളി പൊണ്ണു കണ്ടാ ലൈക്ക് അന്ത കുപ്പ് കോമളിയിൽ ഇരിക്കല്ല ரொம்ப ക്യൂട്ടാ அந்த மாதிரி അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, വീണ്ടും നമ്മൾ മാറിപ്പോയി. ഓക്കെ, ഉണ്ണിമൂന്നനെ ഫസ്റ്റ് കാണുന്നത് പുള്ളി ആ ഒരു മറ്റേ വന്ന് സംസാരിച്ച് ഹായ് ഉണ്ണിമൂന്നൻ എന്ന് പറയണത്. അപ്പൊ ഞാൻ എന്റെ പേര് പറയണതും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കുന്നതും അതൊക്കെയാണ് ഓർമ്മ. പുള്ളി കുറച്ചും കൂടെ ഒരു കുട്ടി പോലെയാ. എനിക്ക് ഇപ്പത്തെ ഉണ്ണിമൂന്നൻ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, വേറൊരു മനുഷ്യനെ. പക്ഷെ അന്ന് വേറൊരു മനുഷ്യൻ. ഇപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ കിട്ടിയില്ല വെച്ച് കരഞ്ഞാലൊക്കെ ഉണ്ണി കണ്ടില്ലേ മിണ്ടാണ്ടിരിക്കണ നിനക്ക് ഇങ്ങനെ ഇരുന്നോണ്ട് അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. കാരണം പുള്ളി കൂടെ കുട്ടിയായിരുന്നു ആ സമയത്ത്. അപ്പൊ എനിക്ക് അങ്ങനത്തെ മെമ്മറി. എനിക്ക് ഇപ്പത്തെ ഉണ്ണിമൂന്നൻ എനിക്ക് അറിയില്ല, റിലേറ്റ് ചെയ്യാനേ പറ്റില്ല എനിക്ക്. എങ്കയോ പൊട്ടിച്ചൊക്കെ അറിയില്ല. I'm happy for whatever success that he had in your life, in his life. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആ ഒരു പാവം. സൂപ്പർ. ഓക്കെ, നെക്സ്റ്റ് ഇസ് സുരഭി ലക്ഷ്മി, നമ്മുടെ തലയിലല്ല ഫസ്റ്റ് കാണുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി തലയിലാണ് കോമ്പിനേഷൻ അഭിനയിക്കുന്നത്. വേറെ അഭിനയിച്ചിട്ടില്ലെന്നാണ് എന്റെ ഒരു ഓർമ്മ. നല്ല പെർഫോമർ ആണ് പുള്ളിക്കാരി. ഓഫ് കോഴ്സ് മറ്റേ നാഷണൽ അവാർഡ് വിന്നർ ഒക്കെ ആണല്ലോ. അപ്പൊ അന്ന് ആ ടൈമാണ്, ആ ഒരു നാഷണൽ അവാർഡ് ആ സമയത്തൊക്കെയാണ്. പക്ഷെ ഇല്ല, ഈസി ടു പെർഫോം ആണ്, ബിക്കോസ് ഷീസ് എ ഗുഡ് പെർഫോമർ. അതുകൊണ്ട് അങ്ങനെ ഒരു ഹെൽത്തി പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള മെമ്മറി ഉള്ളൂ എനിക്ക്. ഒമർ ലുലുവിനെ ഞാൻ ആദ്യമായിട്ട് എവിടുന്ന കാണുന്നത്, ദമാക്കിന്റെ സെറ്റ് നിന്ന് കാണുന്നത്. എനിക്കറിയത്തില്ല, പുള്ളി ഭയങ്കര ചിൽ മനുഷ്യൻ പോലെ തോന്നിയിട്ടുള്ളത്. എനിക്കറിയത്തില്ല അത്. എന്നെ വിളിച്ചപ്പോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാൻ ഇവിടെ തന്നെ ആ സിനിമ ഇപ്പോഴും എന്നോട് ചോദിക്കും ആൾക്കാർ, എന്തിനാ പോയി ആ പടമൊക്കെ ചെയ്തെന്ന് ചോദിക്കും. പക്ഷെ എനിക്ക് ഇന്നസെന്റ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നസെന്റ് അങ്കിളുടെ കൂടെ എപ്പോഴെങ്കിലും വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞ കഥാപാത്രത്തിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഊർവശി, ഇന്നസെന്റ്, മുകേഷാ. ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളത് ഇവരുടെ പടങ്ങളാ കൂടുതലും. മുകേഷിനോട് ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട് കർമ്മയോധം എന്ന് പറഞ്ഞ പടത്തിൽ. പക്ഷെ ഊർവശി സംതിങ് അല്ലേ. അപ്പൊ ഈ കോമ്പിനേഷനിൽ ഒരു ഹ്യൂമറിൽ എനിക്ക് ആ വീട്ടിൽ മാത്രമേ ഉള്ളൂ സീൻ. ഞാൻ ഇത് മാത്രം നോക്കി. എന്റെ ജീവിതത്തിൽ ഒരു മെമ്മറി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓർക്കാൻ മാത്രമാണ് ഞാൻ ആ പടം എടുത്തത്. അല്ലാണ്ട് എന്റെ കരിയറിന്റെ അടുത്ത സ്റ്റെപ്പായിട്ടൊന്നും അല്ല. കാരണം ചെറിയൊരു ക്യാരക്ടർ അല്ലേ അത്. പക്ഷെ എനിക്ക് ആ ഒരു സെറ്റില് ഇന്നസെന്റ് അങ്കിൾ എനിക്ക് കഥ പറഞ്ഞു തരുന്നതും ഞങ്ങൾക്ക് ഭയങ്കര കമ്പനി ആയിരുന്നു. ആ ഒരു ടീം ഉണ്ടല്ലോ, നല്ലതായിരുന്നു. എനിക്ക് അതാണ് ഇപ്പം പുള്ളി ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പോലും എനിക്ക് അപ്പോഴും എന്റെ മനസ്സിൽ എനിക്ക് മുമ്പേ കണ്ട് ഇത്രയും അടുത്തിടപഴകാൻ ഒരു അവസരം കിട്ടി. എനിക്ക് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ലേ. ഇപ്പൊ കിലുക്കത്തിലൊക്കെ കിട്ടുന്നൊക്കെ പറഞ്ഞ് അതാണ് എനിക്ക്. അപ്പം ഒമർ ലുലു എന്ന് പറയുമ്പം പുള്ളീനെ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നക്കാരനായിട്ടൊന്നും തോന്നിയിട്ടില്ല. അല്ല, പൊതുവെ അങ്ങനെയാണല്ലോ. ഇല്ല, പുള്ളി ഒരു എനിക്ക് അറിയത്തില്ല, പുള്ളി സെറ്റിലൊക്കെ ഭയങ്കര കാമാണ്. ചില്ലെന്ന് മാത്രമല്ല, പുള്ളി ഭയങ്കര ഡീസെന്റ് ആയിട്ട് പുള്ളിയുടെ പരിപാടി ചെയ്ത് പോകുന്നു. ഭയങ്കര ഡീസെന്റ് ആയിട്ടുള്ളൊരു, എനിക്ക് അങ്ങനെ തോന്നിയത്. ഇനി എനിക്ക് മാത്രം, ഞാൻ വേറെ യൂണിവേഴ്സ് ആണോ എന്ന് എനിക്കറിയില്ല. അതെ. നിവിൻ പോളിനെ ഞാൻ അരികിൽ ഒരാൾ എന്ന് പറഞ്ഞിട്ടൊരു പടത്തില്, അതെ, അധികം ആൾക്കാരും കാണാത്തൊരു പടമാണ്. പക്ഷെ ഇത് ഭയങ്കര ആ പടത്തിൽ ഇപ്പുറത്ത് രമ്യാനന്ദന്റെ ഇപ്പുറത്തേക്കുണ്ട് ഞാൻ. നല്ലൊരു പടം കേട്ടോ. അത് ഒരു വളരെ ഡിഫറെന്റ് ഒരു പടം. അത് ആരെങ്കിലും കാണാൻ, അത് നല്ല പടമാണ്. അത് ആക്ച്വലി ക്യാരക്ടർ പറഞ്ഞപ്പോ കുറച്ചും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ക്യാരക്ടർ ആയിരുന്നു. അവിടെ പോയപ്പം അതൊന്നുമില്ല. എനിക്ക് അവിടെ ദേഷ്യം പിടിച്ച് കുറച്ചിലൊക്കെ വരുന്നു. പിന്നെ ചെയ്തു എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ആ പടം അങ്ങനെയാ വന്നത്. എനിക്ക് നല്ല ക്യാരക്ടർ ആയിരുന്നു ആക്ച്വലി. പറഞ്ഞ ആ പടത്തിൽ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചപ്പോ അടിപൊളി ക്യാരക്ടർ ആയിരുന്നു. ഒരു നല്ല പരിപാടി ആയിരുന്നു. പക്ഷെ സിനിമയിലൊന്നും ഇല്ല. പോട്ടെ, അത് ഷൂട്ടും ചെയ്തിട്ടില്ല. അത് എന്തൊക്കെയോ മാറ്റി, എന്തോ പറ്റിപ്പോയി ഇത്ര. അതെ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആ പാട്ടിൽ. എന്തിനാ ഞാൻ അങ്ങനെയൊക്കെ പോയി കളിച്ചു. പിന്നെ ഞാൻ എന്തിലാവട്ടെ, ഒരു യോഗ ഉണ്ടായിരിക്കും വാട്ടുകൾ.
നിവിൻ പോളിനെ ഏറ്റവും പ്രത്യേകിച്ച് ഓർമ്മയൊന്നുമില്ല. അന്ന് ഞങ്ങള് ഏതോ ഒരു സ്മോക്ക് ഹൗസോ എവിടെ ഒരു ഹോട്ടലില് ഫുഡ് കഴിക്കുമ്പോ ഞങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കണതും ഓർമ്മയില്ലടോ, അല്ലെങ്കിൽ തന്നെ ഓർമ്മയില്ല. അതൊക്കെ പക്ഷെ അന്നൊക്കെ ഇത്രയും വലിയ സ്റ്റാർഡത്തിലൊന്നും ഇവരൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മള് ഭയങ്കരമായിട്ട് ചിന്തിക്കില്ലല്ലോ. എനിക്ക് അങ്ങനെ ആരെ കണ്ടാലും എനിക്ക് അങ്ങനെ വലിയ സംഭവമായിട്ട് തോന്നലില്ല. മുരളീശേഖരനായിട്ട് വർക്ക് ചെയ്തപ്പോ മേ ബി മുരളിയെങ്കിൽ ചെറുപ്പത്തിൽ ഒരു കഥകളി ഒരു റിലേറ്റഡ് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് കുഞ്ഞിലെ. അപ്പം മാത്രമാണ് ഞാൻ സ്റ്റാർ ട്രക്ക് ആയിട്ട് ഇരുന്നിട്ടുള്ളത് മുരളീശേഖരൻ. ബാക്കി എനിക്ക് അങ്ങനെ ആരെ കണ്ടാലും അങ്ങനെ വലിയ ഇവര് ചെയ്യുന്നത് ഇനി ഇങ്ങനെ നോക്കാം, അതാകുമ്പോ പിന്നെ ഇവൻ വന്ന് ചോദിക്കുമ്പോ എനിക്ക് ഇങ്ങനെ പറയാനോ എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഓക്കെ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, പൃഥ്വിരാജ്. പൃഥ്വിരാജിനായിട്ട് അഗെയിൻ രണ്ട് പടം ചെയ്തിട്ടുണ്ട്. ഒരുവൻ എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെ ഒരുവൻ. അതിൽ തന്നെ ആ പാട്ട് നോക്കി കാണാൻ പറ്റും. എത്ര കണ്ടുള്ളൂ അതിനകത്ത്. ഇന്ദ്രജിത്തും പൃഥ്വിരാജ് പിന്നെ നമ്മുടെ ലാല് ഒക്കെ ഉള്ള പടമാണ്. മാണിക്കക്കല്ലുണ്ട്, പക്ഷെ എനിക്ക് ഒരുവനിലൊരു പെർട്ടിക്കുലർ സീൻ ഉണ്ട്. ഈ എന്റെ മീര വാസുദേവ് ഒക്കെ ഉണ്ട് അതിനകത്ത്. എന്റെ ക്യാരക്ടർ ചതുപ്പില് വീണ് മരിക്കണ ഒരു സംഭവം ഉണ്ട് ലാസ്റ്റ് ക്ലൈമാക്സില്. അപ്പൊ ഈ എന്ത് പറയാ സാധനം JCB അതില്ലേ, അതിലാണ് എടുത്തിട്ട് ഈ പായല് ഡെഡ് ബോഡി ഇടണം. അപ്പൊ ഫുള്ളും ഈ ചളിയിൽ ആദ്യം മൈദമാവ് മിക്സ് ചെയ്തിട്ട് എന്റെ മുടിയിൽ ഒട്ടിപ്പോയി, മുടി കുറെ വെട്ടിക്കളഞ്ഞു. പിന്നെ കുറെ ചളിയിൽ എന്നെ ഫുള്ള് ഇങ്ങനെ നിർത്തിയേക്കും. മാൻ കഷ്ടപ്പാട് കഥകൾ കുറെ ഉണ്ട്, അത് പറയണ്ട. പക്ഷെ അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞൊരു ഓർമ്മയുണ്ട്, ഞാനൊക്കെ ഈ ചളിയിൽ ഇങ്ങനെ നിന്നോട്ടാണ് ഞാനൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞൊരു ഓർമ്മയുണ്ട്. അപ്പൊ ആണോ അത് പറഞ്ഞിട്ട് ഞാൻ ഒഴിച്ചോ എന്ന് പറഞ്ഞു. വഞ്ചിച്ചു. ഈ ഒരു ഓർമ്മയുണ്ട്. മാണിക്കക്കല്ലിൽ അങ്ങനെ വലിയ ഓർമ്മയൊന്നും ഇല്ല എനിക്ക്.